ഡോക്കിന്റെ റിവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ്യത അത് എന്നോടായിരിക്കും അല്ലേ? അയ്യോ, ഷൈൻ്റെ അടുത്ത് എനിക്ക് അടി കിട്ടും. ഷൈൻ്റെ ഒരു ദിവ്യേന്നോ ദിയേന്ന് വിളിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് നല്ല രസമുണ്ട്, അതെനിക്ക് ഇഷ്ടമായി. ഐ എൻജോയ് അല്ലേ. എന്തായാലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സിനിമയ്ക്ക് വരും. അപ്പം സത്യം പറഞ്ഞെങ്കിൽ കുറച്ച് വിഷമമായി, കാരണം നമ്മൾ പടം കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നെഗറ്റീവായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്ങും കൂടെ വന്നു, അയ്യോ എന്തിനാ അങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ തിയേറ്ററിലെ ആൾക്കാർ കയറുന്നതുകൊണ്ടൊരു സമാധാനം. 4 ലക്ഷം പേരോളം കണ്ടായിരുന്നു ഞാൻ കണ്ട സമയത്ത്. അത്രയും പേര് സിനിമ കാണാൻ വരുന്നില്ല. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. അതായത് കോക്കിൻ്റെ റിവ്യൂ കുറേ പേര് എനിക്ക് അയച്ചു തന്നു. രാവിലെ തന്നെ രമ്യയൊക്കെ അല്ലേ, രമ്യ സുരേഷ് ആക്ട്രസ്, പുള്ളിക്കാരിയൊക്കെ വേലക്കാരി എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ചേച്ചി എനിക്ക് അയച്ചു തന്നു, എടി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗ്രേസ് അയച്ചു തന്നു, സ്വാസിക അയച്ചു തന്നു. അപ്പം ഞങ്ങളിത് ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പം 4 ലക്ഷം പേര് കണ്ടു അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈവൺ അങ്ങനെ റിവ്യൂ കണ്ടാലും നമുക്ക് വേർബലി ഒരു ഇതുണ്ടാവില്ല, എടാ കാണേണ്ട പടമാണ്, എടാ എന്തോ ഒരു പരിപാടി ഉണ്ടാ പടത്തിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസം. പിന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കണ്ടേ, റിവ്യൂ ഇടുന്ന ആൾക്കാരൊന്നും അങ്ങനെ കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം.